അങ്ങനെ ദിലീപന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങി. ഒരുവിധം ആൾക്കാർക്കൊക്കെ പടം ഇഷ്ടമാവുണ്ട്, വാച്ചബിൾ ആണ്, ചിലർക്ക് ആവറേജ് ആണ്, ചിലർക്ക് ഇഷ്ടമായിട്ടില്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായം. പക്ഷെ അശ്വന്തോക്ക് തീരെ ഓരോ സീൻ എടുത്ത് പറഞ്ഞിട്ട് ഓരോരോ ഇന്ന സീനാണ് ഇന്ന സീൻ, അങ്ങനെ പടത്തിൽ ഏതൊക്കെ സീൻ ഉണ്ടോ ആ സീനൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഒന്നും ആൾക്ക് വർക്കായിട്ടില്ല. ആൾക്ക് വർക്കായി നമുക്കറിയാം, റൊമാൻസ് ആൾക്ക് നന്നിട്ട് വർക്കായതാണ്. എനിക്ക് റൊമാൻസിന്റെ അത്ര ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എനിക്കത് വർക്കാവാത്തൊരു സിനിമയാണ്. ആൾക്കതൊരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, മാത്യൂസ് ഒക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ പക്ഷെ സിദ്ദിഖൊക്കെ ഭയങ്കര മോശമായിരുന്നു, ദിലീപേട്ട മോശമായിരുന്നു, മഞ്ജുപിള്ള ആളുടെ ഇത് നന്നായിണ്ടായിരുന്നു, ആളുടെ ഒരു ക്യാരക്ടർ നന്നായിണ്ടായിരുന്നു. പക്ഷെ കാര്യമില്ല. പിന്നെ മൊത്തത്തിൽ ആരും കാര്യമില്ല പടത്തില്, മൊത്തത്തില് ഇതിന്റെ കഥ കാര്യമില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോ തോന്നുന്നത്, ഞാൻ FTX കണ്ടതാണ് ഈ സിനിമ, എനിക്ക് കണ്ടപ്പോ തോന്നുന്നത് അത്യാവശ്യം ആള് ഈ അടുത്തിറങ്ങിയാല് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട്, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആയിട്ട് പോയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ, പണ്ടത്തെ ഒരു ദിലീപേട്ട ഒരു അമ്മമാരെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലിയിട്ട് കാണാൻ പറ്റിയ കുറച്ച് ആൾക്കാർ, അവരൊക്കെ ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. അതായത് ഗംഭീര സിനിമ, ഇതുവരെ കാണാത്ത സിനിമ, ദിലീപിന്റെ കരിയറിലെ ഏറ്റവും അടിപൊളി സിനിമ ഒന്നല്ല, പക്ഷെ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കീറി മുറിക്കാൻ ഇപ്പോ പല വേറെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത്രയ്ക്ക് താല്പര്യമില്ല, ഇഷ്ടമായില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല, അത്ര അടിപൊളി ഗംഭീര പടം ഒന്നും ഞാൻ പറയണില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല, അത് അത്രയ്ക്കങ്ങ് മോശം പറയാം, അതിൽ ഇത് കാണാനുള്ള സിനിമ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് ആള് വന്നിട്ട് തുടക്കം മുതൽ ഒരു കൊച്ചു വന്നു, കൊച്ചു കരഞ്ഞു തുടങ്ങി, പിന്നെ ഇത്രയും വന്നൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് സ്ക്രീനിൽ വയ്ക്കുന്ന സമയത്ത് ആ കൊച്ചു കരയില്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാ? അതേപോലെ ഓരോരോ സീനും എടുത്തു പറയാം, ഇന്ന സീൻ ഉണ്ടായിരുന്നു, ഇന്ന സീനിൽ അങ്ങനത്തെ കോമഡി ആയിരുന്നു, ഇങ്ങനത്തെ സീൻ ഇന്ന കോമഡി ആയിരുന്നു, ഓരോരോ സീൻ ബൈ സീനാണ് ആള് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത പടത്തിന്റെ മൊത്തം ബാക്കി ആൾക്കാർ കാണേണ്ട ആവശ്യമില്ല, ഓരോ സീൻ എടുത്ത് പറയാനാണെങ്കിൽ. അത് ഒട്ടും ആളുടെ ഒരുവിധം റിവ്യൂസ് ഒക്കെ ഞാൻ കാണുന്നതാണ്. പല റിവ്യൂസും ഇപ്പോ ഇവിടെ മറ്റേ തിയേറ്ററിലൊക്കെ ഭയങ്കര അഭിപ്രായം കിട്ടിയ ചിലപ്പോൾ സിനിമ ബാക്കി എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോൾ ആൾ നെഗറ്റീവ് പറയുമ്പോൾ, ചില സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടാണ് ആളുടെ റിവ്യൂ കാണാറ്. ചില സിനിമയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ആൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്, പക്കിയായിട്ട് ചില സിനിമയ്ക്ക് ആൾക്ക് പറയാറുണ്ട് ആൾ പറച്ചിൽ കുറച്ച് ഇത് കൂടുതലാണ് മാത്രം. പക്ഷെ ഈ സിനിമ ഇങ്ങനെ കീറി മുറിച്ചിങ്ങനെ അത്ര മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഫാമിലിക്ക് ആയിട്ട് ഒരു എൻജോയ് ചെയ്ത് കുറച്ച് ചിരിക്കാനും, എന്നാൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ കണ്ടപ്പോൾ തോന്നിയത്. ഇത് ഞാൻ അത് കണ്ടു കഴിഞ്ഞ് പിന്നെ ചിലര് കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോ തന്നെ അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നത്. പിന്നെ മിക്സ്ഡ് വന്നു, പിന്നെ ഡെയിലി ചെറുതായി ഷസാം ഉണ്ണി അവർക്കൊക്കെ ചെറുതായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. അതൊക്കെ അവർ നോർമലായിട്ട് പറഞ്ഞു. പക്ഷെ ഒരാള് ഭയങ്കര ഇതായിട്ട് ഒരു നല്ല അല്ലെങ്കിൽ ഒരൊറ്റ സീൻ പോലും ഒരു ക്യാരക്ടർ പോലും എയിമായിട്ടില്ല. ആ സീൻ മൊത്തത്തിലൊരു ഭയങ്കര മോശം സിനിമയുള്ള രീതിയിലാണ് ആള് പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്തോളോ. ഭയങ്കര മോശമായിട്ട് റിവ്യൂ ചെയ്യണ പോലെ എനിക്ക് തോന്നി ഈ ഒരു പടത്തിനെ കുറിച്ചിട്ട്. വേറെ പടങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, അത് ആളുടെ ഓരോ അഭിപ്രായങ്ങൾ, ചില അഭിപ്രായങ്ങൾ നമുക്ക് യോജിക്കാറുണ്ട്, ചില അഭിപ്രായങ്ങൾ ഓപ്പോസിറ്റ് ആൾക്കാർ പറഞ്ഞാലും. പക്ഷെ ഇത് ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം കണ്ടുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം തോന്നി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.